ജൂലൈ 4 ഭാഗ്യദിനാണല്ലോ എന്നും പറഞ്ഞാണ് തൊട്ടടുത്ത വർഷം ദിലീപ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുവരെയുള്ള ദിലീപിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയായ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CID മൂസ. അതിനെ പറ്റി പറയണ്ട അല്ലെ. CID മൂസ എന്ന് പറയുമ്പോ തന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു CID മൂസ 2ാമത് വരുന്നു എന്നൊക്കെ. അപ്പോഴും ആൾക്കാര് ഭയങ്കര വെയിറ്റിംഗ് ആണ്. CID മൂസ പക്ഷെ അതെങ്ങനെയാന്ന് വെച്ചാൽ അതിലിപ്പോ ജഗതി അഭിനയിക്കുന്നില്ല, കൊച്ചിൻ നീഫ പോയി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോയി. അപ്പൊ CID മൂസയുടെ 2ാം ഭാഗം എന്ന് പറയാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്. അർജുനില്ല, ഇല്ല ഇല്ല ഇല്ല. അതൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പൊ അതിലൊരു ഇപ്പൊ CID മൂസയില് ഓരോന്നിനും ഇപ്പോ ദിലീപിന് ഈ പറഞ്ഞ സിനിമയിലേക്ക് ഓരോ എലമെന്റ് ഉണ്ട്. ഒരെണ്ണത്തില് കള്ളനായിട്ട്, പിന്നെ CID മൂസയില് പ്രത്യേകത അർജുനും ദിലീപും തമ്മിലുള്ള ഒരു കോംബോ ഭയങ്കരമായിട്ട് ആനിമൽസ് ആയിട്ട് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്ന വേറൊരു നടൻ നമ്മുടെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു. ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ദിലീപിന് ഒരു സെൻസ് ആ സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റ് പാക്കേജ് ആണ് ദിലീപിന്റെ ഒരു ഓഡിയൻസിനെ ദിലീപ് ഉണ്ടാക്കിയെടുത്തത്. കാരണം അതുവരെ ഇപ്പൊ മമ്മൂട്ടിന്റെ, മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം ജയറാമിന്റെ സ്പേസിലോട്ട് ദിലീപ് വന്നു എന്ന് പറഞ്ഞാൽ ദിലീപിന്റേതായ സിനിമകളാണ്. ഇപ്പൊ ജയറാം ഒരിക്കലും പറക്കും തെളിക പോലത്തെയോ CID മൂസ പോലത്തെയോ സ്ലാപ്സ്റ്റിക് സിനിമകളല്ല ജയറാം ചെയ്തത്. ജയറാം ഫാമിലി സിനിമകളാണ് ചെയ്തത്. അപ്പൊ നമ്മൾ കഥാനായകൻ പോലത്തെ സിനിമയൊക്കെ ചെയ്ത് ദിലീപിന്റേതായ ഒരു സ്പേസ് അന്ന് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ വന്നിട്ടാണ് CID മൂസ. അതും എത്ര ഭാഷയിലേക്ക് എനിക്ക് തോന്നുന്നത് CID മൂസ ദിലീപിന്റെ ഒരു ഇച്ചിരി പൊങ്ങച്ച ക്യാരക്ടർ ഒക്കെ ആണല്ലോ. ആ ഒരു പൊങ്ങച്ചോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും എനിക്ക് വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്കത് ബോറടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ ഒരു ഓക്വേർഡ് ആവാണ്ട് നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു കോമഡീസ്. അത് ദിലീപിന്റെ കഴിവ് തന്നെയാണ്. ആ സിനിമ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മീശമാധവനെ പറക്കുന്നിലേക്ക് ഇറങ്ങുമ്പോഴൊന്നും ആദ്യത്തെ ദിവസങ്ങളൊന്നും വലിയ തിരക്കില്ല. ഞാൻ ഈ എല്ലാ സിനിമയും അന്ന് തിയേറ്ററിൽ ഞാൻ +2 പഠിക്കുന്ന സമയത്തൊക്കെയാണത്. CID മൂസ ഇറങ്ങുമ്പോൾ ഞാൻ കോളേജിലായി. എനിക്ക് ഓർമ്മ CID മൂസ കാണാൻ പോകുമ്പോ മാറ്റ്നി കാണാനോ എന്തോ പോയിട്ട് സെക്കൻഡ് ഷോയെ കണ്ട ടിക്കറ്റ് കിട്ടാനില്ല. ആദ്യത്തെ 2 ഷോയ്ക്ക് ഒന്നും ടിക്കറ്റ് ഇല്ല. അപ്പൊ അപ്പോഴേക്കും ദിലീപ് ഒരു സ്റ്റാർ ആയി. ബുക്ക് മൈ ഷോ ഒന്നുമില്ല. നമ്മളവിടെ പോയിട്ട് ഗേറ്റിന് മുമ്പിൽ ക്യൂ നിന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറി ക്യൂ അങ്ങനെയൊക്കെ തന്നെ കയറണം. CID മൂസ ശ്രദ്ധിച്ചാൽ അതിലാണ് ഉദിത് നാരായണനെ കൊണ്ടുവന്നു. എനിക്കൊന്ന് കാർത്തിക് പാട്ട് അതിന് മുമ്പ് മലയാളത്തിൽ വന്നത്. കാരണം ദിലീപ് അതിൽ കുറെ പേരെ കൊണ്ടുവരും. ദിലീപ് എനിക്കൊന്ന് ആശിഷ് വിദ്യാർത്ഥി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു CID മൂസയിൽ അഭിനയിക്കുന്നത്. അതിന് തമിഴ്ന്ന് കൊണ്ടുവന്നു. അതുവരെയുള്ള ദിലീപിന്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് CID മൂസ. ദിലീപ് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്തു. അത് എനിക്കൊന്ന് അന്ന് എത്ര ലാഭം കിട്ടി, നല്ല ലാഭമാണ് ദിലീപിന്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് CID മൂസ കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത് നമ്മൾ ഇത് 2003 ഇതേപോലെ തന്നെ ദിലീപ് ഒരു സിനിമ ജൂലൈ 4 ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. പക്ഷെ അന്ന് ഇറക്കാൻ പറ്റിയില്ല. അന്ന് ഒരു സിനിമാ സമരം വന്ന് കുറെ ഷൂട്ട് നീണ്ടുപോയി. ആ സിനിമ ഓണത്തിന് ഇറങ്ങേണ്ടി വന്നു. അന്ന് പക്ഷെ അത് തിയേറ്ററിൽ അത്ര വലിയ വിജയമായില്ല. അതാണ് ഇന്ന് നമ്മൾ കണ്ട് എൻജോയ് ചെയ്യുന്ന വെട്ടം. വെട്ടം ആ സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നു. വെട്ടം ശരിക്കും തിയേറ്ററിക്കലി അന്ന് വൻ നഷ്ടമല്ല, പക്ഷെ വിചാരിച്ച ലാഭം കിട്ടിയില്ല. അതെ ഇന്നും വെട്ടം കണ്ടു കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പില് വെട്ടം ഇല്ലാത്തൊരു ദിവസമില്ല. ഏഷ്യാനെറ്റില് വെട്ടം ഇല്ലാത്ത എല്ലാ ആഴ്ചയും വെട്ടം ഉണ്ടാവും ഏഷ്യാനെറ്റ് മൂവീസിൽ എടുത്ത്. അന്ന് വെട്ടം ശരിക്കും 2004 ഓണത്തിന് ഇറങ്ങിയ വെട്ടം ശരിക്കും അന്ന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു അന്നത്. കാരണം ആ വെട്ടത്തിൽ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല. പോരാനായിട്ട് അതിന്റെ ക്ലൈമാക്സ് അത് ബോറടിപ്പിക്കാണ്ട് അത് എടുത്തു വെച്ചത് സമ്മതിക്കണം. കാരണം അങ്ങനെ ഒരു സാധനം സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സാധനം പാളിപ്പോവാന് നല്ല ചാൻസ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ അത് ബോറടിപ്പിച്ചില്ല. നമുക്കത് ആ കോമഡി നമുക്ക് വർക്കായി. അതൊരു അതില് ദിലീപിന്റെ ഒപ്പം അത് ശരിക്കും പറഞ്ഞാൽ ദിലീപാണ് നായകൻ എന്നുള്ളത്. നമുക്ക് ഒപ്പം മണിയുണ്ട്, കലാഭവൻ മണി. കാരണം പ്രിയദർശൻ എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് കിളിച്ചുണ്ടൻ മാമ്പഴത്തില് ലാലേട്ടന്റെ കൂടെ മണീനെ വിളിച്ചിട്ട് മണിക്കന്ന് തമിഴിലെ തരക്കാരൻ ചെയ്യാൻ പറ്റിയില്ല, സലികുമാറ ചെയ്ത. അപ്പൊ വെട്ടം വന്നു കഴിഞ്ഞപ്പോ ഇത് മണി തന്നെ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ദിലീപിന്റെ വളരെ അടുത്ത സുഹൃത്താണ് മണി. ദിലീപ് പറയാറുണ്ടല്ലോ, മണി ആദർശം ഇല്ലാതെ ഞാൻ ഒരു സ്റ്റേജ് ഷോയ്ക്കും പോയിട്ടില്ല. അതായത് മണി മരിക്കുന്നവരെ എല്ലാ സ്റ്റേജ് ഷോയ്ക്കും മണി ഉണ്ടാവും. മണി ശരിക്കും പറഞ്ഞ നായകനായി തുടങ്ങിയ ശേഷം കുബേരനും വെട്ടം 2ലും അഭിനയിച്ചു. അതായത് ദിലീപ് വിളിച്ചാൽ വരും എന്നാണ്. കുബേരനിലും അഭിനയിച്ചു. കുബേരനിൽ ശരിക്കും സലികുമാറായിരുന്നു. സലികുമാർ മാറിയപ്പോ മണി വന്നു. ഇതിലും കലാഭവൻ മണി വന്നു. അവര് കലാഭവൻ മണി ഇല്ലാതെ നമുക്ക് ആ സങ്കല്പിക്കാൻ പറ്റില്ല വെട്ടം. പിന്നെ വെട്ടത്തിലും മറ്റേ എനിക്ക് മണിന്ന് ആലോചിക്കുമ്പോ ആ പൂ പിടിച്ചു പോണതും
അന്വേഷിക്കാൻ പോണത് അലമാരയിൽ കൊടുക്കുന്നത്, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഇന്ന് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ അത്രയധികം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. ഈ പറഞ്ഞ കൊച്ചിനെ നീഫ എല്ലാരും ഉണ്ടല്ലോ, ജഗദീഷ് ശ്രീകുമാർ. ആ മൂവി മുഴുവൻ ഒരു ലെജൻസിന്റെ ഒരു ഇതാണ്, എന്തോ ഒരു ആൾക്കാരാണ്. നെടുമുടി വേണു,